നമ്മൾ മലയാളികൾ മുടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് ഡെയിലി നമ്മുടെ ഹെയർ റൊട്ടീനായിട്ട് മാറ്റുന്നൊരു കാര്യമാണ് ഹെയർ ഓയിലിങ്. അപ്പോൾ നല്ല അടിപൊളി ഒരു ഹെയർ ഓയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല അടിപൊളിയായിട്ട് മുടി വളരുകയും ചെയ്യും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ഹെയർ ഓയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എസൻഷ്യൽ ഓയിലാണ്, റോസ്മേരി വെച്ചിട്ടുള്ള ഒരു എസൻഷ്യൽ ഓയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു എസൻഷ്യൽ ഓയിൽ ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞായിരുന്നു, ഡയറക്റ്റ്ലി നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഏതൊരു കാരിയർ ഓയിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഓയിലിൻ്റെ കൂടെ മിക്സ് ചെയ്ത് വളരെ കുറച്ച് മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എന്നാലേ അതിന് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള എസൻഷ്യൽ ഓയിലൊക്കെ നമുക്ക് മിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല കാരിയർ ഓയിലായിട്ട് നമുക്ക് ഈ ഒരു ഹെയർ ഓയിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മൾ കാച്ചിയെടുക്കുന്ന ഹെയർ ഓയിൽ ഉപയോഗിക്കുന്നവർക്കുള്ളൊരു ഡൗട്ട്, അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടില്ലാത്തവർ ഓൾറെഡി പറയുന്നൊരു കാര്യമാണ്, നമ്മൾ ഈ ഹെയർ ഓയിൽ ഉപയോഗിക്കുമ്പോൾ നമ്മളെപ്പോഴും ഉപയോഗിക്കണ്ടേ, അല്ലെങ്കിൽ നിർത്തി കഴിഞ്ഞാൽ മുടി കൊഴിയോ എന്നൊക്കെ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്. നമ്മുടെ ഒരു മെയിനായിട്ടുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏത് ഓയിൽ ഉപയോഗിക്കുകയാണെങ്കിലും അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഉപയോഗിച്ചാലേ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ റോസ്മേരി ഹെയർ ഓയിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ എസൻഷ്യൽ ഓയിൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ ഈ ഒരു ഹെയർ ഓയിലിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് റോസ്മേരി ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഓയിലിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പറമ്പിലും പാടത്തൊക്കെ കാണുന്ന ഒരു നമ്മുടെ പുല്ലുകളുടെയൊക്കെ ഇടയിലുള്ളൊരു ചെടിയാണ്. നമ്മൾ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു കാട്ടുചെടി എന്നൊക്കെ വിചാരിക്കുന്ന ഒരു ചെടിയാണ്. പക്ഷേ അത് ഗുണത്തിൽ ഒത്തിരി അടിപൊളി ഒരു സംഭവമാണ്. ശരിക്കും പറഞ്ഞാൽ മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ളൊരു ഒറ്റ സൊല്യൂഷനായിട്ട് വേണമെങ്കിൽ നമുക്ക് ആ ഒരു ചെടിയെ പറയാം. അപ്പോൾ നമ്മുടെ വീഡിയോ, ഹെയർ ഓയിൽ ഉണ്ടാക്കുന്ന വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക. കാരണം എങ്ങനെയാണ് ഈ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നത് എന്ന ഒരു കാര്യത്തിനുപരി നമ്മൾ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കറക്റ്റ് അതിൻ്റെ ഒരു പാകം എന്താണ്, ഇതെല്ലാം കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മൾ വിചാരിക്കുന്നൊരു റിസൾട്ട് ഇത് കിട്ടുകയുള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ, ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വീഡിയോസൊക്കെ നിങ്ങൾക്ക് കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കണിൽ ഓൾ എന്നൊരു ചെറിയ ഓപ്ഷനുണ്ട്, അതും കൂടെ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ വഴി തന്നെ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഇങ്ങനത്തെ ഓർഗാനിക് പ്രൊഡക്ട്സിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളിതൊക്കെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കാസ്റ്റർ ഓയിൽ, അതുപോലെ തന്നെ റോസ്മേരി ഓയിൽ, ഇതെല്ലാം വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്നൊരു മെത്തേഡ് നമ്മുടെ ചാനലിലുണ്ട്. ഓൾറെഡി അങ്ങനത്തെ വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരെ ഒന്ന് കണ്ടു നോക്കണേ. പ്രോപ്പറായിട്ട് നമ്മളിത് നല്ല രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് നല്ല കറക്റ്റായിട്ട് രീതിയിൽ നമ്മൾ ടൈറ്റ് ചെയ്ത് ഒരു കണ്ടെയ്നറിൽ വെച്ച് എടുത്ത് ഒരുപാട് നാൾ യൂസ് ചെയ്യാം. നമുക്കൊരു 1 ഇയർ വരെയും നമുക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. വെള്ളത്തിന് നനവൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ ഇതുപോലെ ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി നാൾ കേടാവാതെ ഇരിക്കും. അപ്പം ഇനി നമുക്ക് എങ്ങനെ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഇതിനകത്തേക്ക് എടുക്കുന്നത് ആര്യവേപ്പിലയാണ്. ആര്യവേപ്പിലയല്ല ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, എന്നാൽ പോലും നമ്മുടെ ഹെയറിന് ഒരു മുടിക്കായ അല്ലെങ്കിൽ താരൻ, പേൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ യൂഷ്വലി എല്ലാവരും മുടിയിലുണ്ടാവും. അപ്പോൾ അതിനൊക്കെ ഒരു പ്രതിവിധ രീതിയിൽ ആര്യവേപ്പില നമ്മളെല്ലാ ഹെയർ ഓയിലും യൂസ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ എടുക്കുന്നത് പൂവാങ്കുരുന്നിലയാണ്. അതിൻ്റെ പൂവ് ആണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അത് ഞാൻ അത്യാവശ്യം ഒരു തണ്ടിൽ നിറച്ചുള്ളത് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്നത് പേരയിലയും പൂവാങ്കുരുന്നിലയുമാണ്. പൂവാങ്കുരുന്നിലയുടെ ഇല കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ പൂവാണെങ്കിലും മതി. അത് ഒത്തിരി മുടിക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. മുടി വളരാനായിട്ട് ഒത്തിരി നല്ലതാണ്. ഇനി നമ്മൾ എടുക്കുന്നത് ശരിക്കും ഇതിനകത്തുള്ള മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കേശവർദ്ധിനി എന്നൊരു ചെടിയാണ്. ഇത് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് എല്ലായിടത്തും കിട്ടും. നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ കാട് പിടിച്ചൊക്കെ കിടക്കുന്ന പരിസരങ്ങളിലൊക്കെ ഒത്തിരി ഉണ്ടാവും. ധാരാളമായിട്ട് ഇത് കാട് പോലെ തന്നെ ഉണ്ടാവുന്നൊരു ചെടിയാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ആർക്കും അറിയില്ലാത്തൊരു കാര്യമാണ്. വീടുകളിലാണെങ്കിലും തൊടികളിലൊക്കെ ആണെങ്കിലും ഒത്തിരി ഉണ്ടാവും ഇത് പടർന്ന്. ഒരു ചെറിയൊരു ചെടി ഉണ്ടായിക്കഴിഞ്ഞാൽ ചുറ്റിനും ഒരുപാട് ചെടി ഉണ്ടാകുന്ന ഒരു സൈസ് ചെടിയാണ്. പെട്ടെന്ന് തന്നെ എല്ലായിടത്തും ഒരുപാട് ഉണ്ടാകുന്നൊരു ചെടിയാണ്. അതുകൊണ്ട് ഈസിയായിട്ട് നമുക്ക് ഇപ്പോൾ ഒരിടത്ത് ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസിയായിട്ട് നമുക്കിത് കിട്ടും. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു പിക്ക് ഞാൻ ഈ സൈഡിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓൾറെഡി രാവിലെ പറിച്ച് വെച്ചതുകൊണ്ട് കുറച്ച് വാടിയിട്ടുണ്ട് ഇലകളൊക്കെ. അപ്പോൾ ഇതാണ് കറക്റ്റായിട്ടുള്ളൊരു പിക്ചർ. ഇതിനൊരു വയലറ്റ് കളർ നല്ല ഭംഗിയുള്ളൊരു പൂവൊക്കെ ഉണ്ട്. അപ്പോൾ പൂവോട് കൂടിയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം കേട്ടോ. മുടി നന്നായിട്ട് തഴച്ച് വളരാനും അതുപോലെ മുടി നന്നായിട്ട് കറുക്കാനും നല്ല രീതിയിൽ താരൻ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പല ആൾക്കാർക്കും. അപ്പോൾ അതെല്ലാം മാറാനൊക്കെ കേശവർദ്ധിനി നല്ലതാണ്. മെയിനായിട്ടും ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് കേശവർദ്ധിനി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ എടുക്കുന്നത് തുളസിയാണ്. തുളസിയില നമ്മൾ സാധാരണ എല്ലാ കാച്ചിയ എണ്ണകളിലും നമ്മൾ ഇടാറുണ്ട്.
ഹെയറിന് ഒത്തിരി നല്ലതാണ്. നല്ലൊരു നാച്ചുറൽ സ്മെല്ല് കിട്ടാനും എണ്ണയ്ക്ക് നല്ലൊരു സ്മെല്ല് കിട്ടാനും ഒക്കെ നല്ലതാണ്. കേശവർദ്ധിനി ചെടി ശരിക്കും നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് തണ്ട് നട്ടിട്ടാണ് പെട്ടെന്ന് തന്നെ വളരുക. അതായത് തണ്ട് കുത്തി ഒടിച്ച് നട്ട് കഴിഞ്ഞാൽ എവിടെ നട്ടാലും അത് നന്നായിട്ട് പിടിക്കും. പിന്നെ നാച്ചുറലായിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യം, ഏത് ഹെയർ ഓയിലോ അല്ലെങ്കിൽ ഹെയർ പാക്കോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ മുടിയിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ഹെയർ ആണ്, അല്ലെങ്കിൽ സ്കാൽപ്പിലാണെങ്കിലും ഓരോ ടൈപ്പ് രീതിയിലുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ ഏത് ടൈപ്പ് എണ്ണയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ചെറിയ തലനീരിറക്കം പ്രശ്നങ്ങളൊക്കെ ഓൾറെഡി ഇങ്ങനെ എണ്ണ യൂസ് ചെയ്യുമ്പോൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങളുടെ ഹെയർ പാക്കിലും ഹെയർ ഓയിലും മസ്റ്റായിട്ട് ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ് പനിക്കൂർക്ക ഇല. അപ്പോൾ അത് ആഡ് ചെയ്യുക. പണ്ടുള്ള മുത്തശ്ശിമാരൊക്കെ ഹെയർ ഓയിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ പനിക്കൂർക്ക ഇലയും തുളസി ഇലയും പിന്നെ നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ മസ്റ്റായിട്ട് ഹെയർ ഓയിലിൽ ഉൾപ്പെടുത്തുന്നതിൻ്റെ ഒരു കാര്യം തന്നെ അതാണ്. തലനീരിറക്കം പോലുള്ള പ്രശ്നങ്ങളൊക്കെ, തലയിൽ തണുപ്പ് കൂടുമ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഹെയർ ഓയിൽസ് ഉണ്ടാക്കുന്നതിൽ ഉള്ള എല്ലാതരം ചെടികളോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ മുടിക്ക് തണുപ്പ് നൽകുന്നതാണ്. കാരണം മുടിക്ക് തണവ് നൽകിയാലാണ് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ കൂടുതൽ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അത് അത്ര സ്യൂട്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെ ചേരാത്തവർക്ക് പല രീതിയിലുള്ള തലവേദനകൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു നല്ലൊരു രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ചെറിയ ചെറിയ ടിപ്സൊക്കെ അതിനകത്തേക്ക് ഇൻക്ലൂഡ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ചെറിയുള്ളി ചേർത്തിട്ടില്ല, പക്ഷേ പനിക്കൂർക്ക മസ്റ്റായിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ഗ്ലാസ് വെള്ളത്തിൽ അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽ നന്നായിട്ട് ചൂടാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് നല്ല നാടൻ വെളിച്ചെണ്ണയാണ്. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം കൂടുതലും അയണിൻ്റെ ഒരു ചീനച്ചട്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇതുപോലെ ഹെയർ കെയറിനൊക്കെ നിങ്ങൾക്ക് അടികട്ടിയുള്ള ഇത് നല്ല പാത്രം എടുക്കാം. നല്ല രീതിയിൽ ഉരുളിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലൊക്കെ ചെയ്യാം. ഞാൻ ഇതിനു മുമ്പും നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് നാച്ചുറലായിട്ടുള്ള ഓയിൽസൊക്കെ ഉണ്ടാക്കി ഹെയർ ഓയിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നാച്ചുറലായിട്ടുള്ള ഓയിൽ തന്നെ എടുക്കണമെന്ന്. അപ്പോൾ നമ്മൾ നല്ല നാടനായിട്ടുള്ള അല്ലെങ്കിൽ നല്ല പ്യുവറായിട്ടുള്ള ഓയിൽ എങ്ങനെയാണ് അറിയാമെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമ്മളിതുപോലെ ഒഴിക്കുമ്പോൾ, പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോൾ നല്ലോണം പതയൊക്കെ വരും. പിന്നെ അതിൻ്റെ കളറും വ്യത്യാസം ഉണ്ടാവും. അതായത് നമ്മൾ കെമിക്കൽസ് മിക്സ് ചെയ്യുന്ന ഓയിലിനേക്കാളും കുറച്ചും കൂടെ നല്ല പ്യുവറസ്റ്റ് ആയിട്ട് ഉള്ള രീതിയിൽ കാണുന്ന ഓയിലിന് കളർ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ ഇതുപോലെ നല്ലതായിട്ട് ബബിൾസൊക്കെ വരും. പിന്നെ നാടൻ വെളിച്ചെണ്ണയ്ക്ക് നല്ലൊരു മണമായിരിക്കും. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന അല്ലെങ്കിൽ വേറെ രീതിയിലൊക്കെ നമുക്ക് കിട്ടുന്ന എണ്ണകൾ ആ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു വെളിച്ചെണ്ണയുടെ സ്മെല്ലുണ്ടാവില്ല. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇതുപോലെ നല്ല ബബിൾസ് ഉണ്ടാവില്ല. പിന്നെ അതിൻ്റെ കളറിന് വേറൊരു ഒന്നില്ലെങ്കിൽ ഭയങ്കര ഡാർക്കസ്റ്റ് കളറായിരിക്കും, ഇല്ലെങ്കിൽ ഭയങ്കര ലൈറ്റ് കളറായിരിക്കും. പക്ഷെ ഇതിന് മീഡിയത്തിൽ നിൽക്കുന്ന ഒരു ലൈറ്റ് പെയിൽ യെല്ലോ കളറാണ് നല്ല ഒറിജിനലായിട്ടുള്ള വെളിച്ചെണ്ണയ്ക്കുള്ളത്. അപ്പോൾ ഹെയർ ഓയിലിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എണ്ണ ചൂടാക്കുകയല്ല. ഞാനിപ്പോൾ സ്റ്റൗ ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. എണ്ണ ചൂടാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഈ മിക്സിനകത്തേക്ക് ഒഴിക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മാത്രം നമുക്ക് ഓയിൽ ഹീറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇനി നമുക്ക് അത്യാവശ്യം നല്ല ഹീറ്റിൽ തന്നെ, നല്ല ചൂടിൽ തന്നെ ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ചെറിയൊരു വെള്ളത്തിന് നനവുള്ളതിൻ്റെ തന്നെ ഒരു ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിച്ച് അതുപോലെ തന്നെ പതയൊക്കെ വരും നന്നായിട്ട്. അത് അതിനകത്തുള്ള ആ വാട്ടർ കണ്ടൻറ്റ് നന്നായിട്ട് പോകണം. അതുവരെ അത് ആ ഒരു രീതിയിൽ പതയും ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിച്ചിട്ടുള്ള ഒരു സംഭവമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നന്നായിട്ട് നല്ലോണം ചൂടായി നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴേക്കും തീ ഒന്ന് കുറച്ച് മീഡിയത്തിലിടുക. നമ്മുടെ ഈ ഒരു കൂട്ട് ചേർത്തതിന് ശേഷം പിന്നെ നമ്മൾ അതിനകത്തേക്ക് 2 പൊടി ആഡ് ചെയ്യുന്നുണ്ട്. കാരണം അത് പൊടിയായിട്ട് തന്നെയാണ് നമ്മുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ലാസ്റ്റ് ആണെങ്കിലും ചേർത്താൽ മതി. ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം അത്യാവശ്യം ഓയിൽ ചൂടായതിന് ശേഷം നമുക്ക് ചേർത്താൽ മതി. നിങ്ങളുടെ കയ്യിൽ അത് ഇപ്പോൾ റോ ആയിട്ട്, പൊടി അല്ലാണ്ട് റോ ആയിട്ട് തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് തന്നെ ഈ കൂട്ടിലേക്ക് ചേർത്തിട്ട് അരച്ചെടുത്ത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം തിളച്ച് വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നന്നായിട്ട് മുകളിൽ ഇങ്ങനെ പതയൊക്കെ പതഞ്ഞ് വരുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു പാകമല്ല, കുറച്ചും കൂടെ കഴിയണം. ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പതഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ആ പതഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് അടിയിൽ ചേർത്ത് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ അത് പതഞ്ഞ് പുറത്തേക്ക് തെറിക്കും. അപ്പോൾ ഇത് അത്യാവശ്യം ഞാൻ മിനിമൈസ് ചെയ്താൽ ഹീറ്റ് കുറച്ച് വെച്ചിട്ട് ശരിക്കും ഇനിയിപ്പോൾ ആഡ് ചെയ്യാനുള്ള 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഉലുവ പൗഡറാണ്. അതിപ്പോൾ ഉലുവ അല്ലാണ്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തേക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ അതിൻ്റെ പൊടിയായിട്ട് ആഡ് ചെയ്യുകയാണ് ഇതിനകത്തേക്ക്.
ഞാനിപ്പോൾ 500 ml വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂണാണ് എടുക്കുന്നത്. അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഉലുവ ഒത്തിരി നല്ലതൊക്കെയാണ്, ഹെയറിന് ഒത്തിരി നല്ലതാണെങ്കിലും ഉലുവയിൽ ശരിക്കും പറഞ്ഞാൽ നല്ല ഉലുവ നമ്മൾ ആഡ് ചെയ്യുന്ന ഹെയർ പാക്കിൽ നമുക്കറിയാം നന്നായിട്ട് തണവ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിയുന്നതും വളരെ കുറച്ച് മാത്രം ഉലുവ ആഡ് ചെയ്യുക എപ്പോഴും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാൻ പറ്റുന്നത് ശരിക്കും നന്നായിട്ട് ഹെയർ നന്നായിട്ട് റീഗ്രോത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നീലയമരി. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും നീലയമരിയുടെ ഒത്തിരി ഗുണങ്ങളെ പറ്റിയൊക്കെ. പണ്ടിത് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ അമ്മായിയുടെയൊക്കെ വീട്ടിൽ ഇതുപോലെ ചെന്ന് നിൽക്കുമ്പോൾ അവിടെ നീലയമരി ഒരുപാട് വളർത്തിയിട്ടുണ്ടായിരുന്നു, ചെടിയായിട്ട് തന്നെ വളർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നും നമുക്കറിയില്ലായിരുന്നു ഇത്രയധികം ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ള ഒരു ചെടിയാണിതെന്ന്. നീലയമരി നമ്മളൊരു 3 സ്പൂണോളം ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പൊടികൾ ചൂടുള്ള ഓയിലിലേക്ക് തന്നെ ചേർക്കുമ്പോഴേക്കും നന്നായിട്ട് കട്ട പിടിക്കാൻ ചിലപ്പോൾ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമ്മുടെ ഈ ഒരു ഹെയർ ഓയിലിൻ്റെ പാകം എന്ന് പറയുന്നത് അത്യാവശ്യം നന്നായിട്ട് നമ്മൾ എടുത്ത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത ആ കൂട്ടുണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് നന്നായിട്ട് മൂത്ത് വരണം. മൂത്ത് വരുമ്പോഴേക്കും ഈ കൂട്ട് ആദ്യം മേളിലായിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിച്ച് മേളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുമായിരിക്കും. കുറച്ച് കഴിയുമ്പോഴേക്കും അത് നന്നായിട്ട് ആ ഓയിലൊരു പാകമായി വരുമ്പോഴേക്കും ഈ പറഞ്ഞ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ഒരു കൂട്ട് താഴത്തേക്ക് അടിഞ്ഞ് എണ്ണ പുറത്തേക്ക് ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കും. ബാക്കി നമ്മൾ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ താഴത്ത് ഇങ്ങനെ മട്ട് പോലെ അടിഞ്ഞ് താഴത്തേക്ക് വന്ന് കിടക്കും. അതാണ് എൻ്റെ ഒരു കറക്റ്റായിട്ടുള്ളൊരു പാകമായിട്ടുണ്ടെന്ന് നമ്മൾ പറയാം. അപ്പോൾ എണ്ണ മേളിൽ നന്നായിട്ട് ഇങ്ങനെ തെളിഞ്ഞ് കിടക്കണം, നമുക്ക് കാണാനും പറ്റും. പതുക്കെ അടിയിലേക്ക് മട്ട് അടിയുകയും ചെയ്യും. പക്ഷേ ഇതിപ്പോൾ വരുന്നുണ്ട്, അപ്പോൾ അത്രയ്ക്കങ്ങ് മട്ട് താഴത്തേക്ക് അടിഞ്ഞിട്ടില്ല. മാത്രമല്ല എണ്ണ പതുക്കെ മേളിലേക്ക് തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു പതയൊക്കെ ഒരു സൈഡിലേക്കൊക്കെ നീങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പതയൊക്കെ ശരിക്കും ഇല്ലാണ്ടാവും, ഫുള്ളായിട്ട് ക്ലിയർ ആയിട്ടിരിക്കും എണ്ണ. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ നോക്കുക, അടിയിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ടോ ആ മട്ട്, നമ്മുടെ ആ കൂട്ട് ശരിക്കും മട്ടായിട്ട് അടിയിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക, എണ്ണ തെളിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പാകമായിട്ട് വരിക എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നന്നായിട്ട് തീ കൂട്ടി നമ്മൾ തിളപ്പിച്ചിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ചെയ്തത് മുഴുവൻ നമ്മൾ തീ കുറച്ച് സിമ്മിലിട്ടിട്ടാണ്, നല്ലതായിട്ട് തീ കുറച്ചിട്ടാണ് പിന്നെ ഇത് ചൂടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റോളം എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ആ ഒരു പതയൊക്കെ പോയി വരാനായിട്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അത്യാവശ്യം മേളിലിങ്ങനെ പൊങ്ങിക്കിടന്ന ഒരു പതയൊക്കെ ഇതായി നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി. അപ്പോൾ അതാന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു നമ്മുടെ അതിനകത്തേക്ക് നമ്മൾ കൂട്ടിൽ ആഡ് ചെയ്ത വെള്ളം ശരിക്കും വറ്റിപ്പോണം. അതൊരുവിധം ആയിട്ടുണ്ട്, നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ പെട്ടെന്നായിരിക്കും ഇത് ഒന്ന് കരിഞ്ഞൊക്കെ പോവാം. നമ്മൾ ചൂട് കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് ടൈം കൂടിപ്പോയാൽ ചിലപ്പോൾ കരിഞ്ഞൊക്കെ പോവാം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് കറക്റ്റ് പാകം അറിയാനായിട്ട് നമുക്കൊന്നില്ല ഉണ്ടെങ്കിൽ കുറച്ച് അരിയോ എന്തെങ്കിലും അതിനകത്തേക്ക് ഇട്ട് നോക്കാം. 1-2 അരി അതിനകത്തേക്ക് ഇട്ട് നോക്കാം. നന്നായിട്ട് ഇങ്ങനെ പൊരിഞ്ഞു പോയ അരി. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കുരുമുളക് ഒരു 2-3 എടുത്തിട്ട് അതിനകത്തേക്ക് ഇട്ട് നോക്കുക. അപ്പോൾ നന്നായിട്ട് പൊട്ടി അത് മൂത്ത് വരും, അതിൻ്റെ ഒരു സൗണ്ട് കേൾക്കാം. അപ്പോൾ ആ രീതിയിലൊക്കെ അത് ഇതായി വരുമ്പോഴേക്കും, അല്ലെങ്കിൽ വെറ്റില ഉണ്ടെങ്കിൽ അതിൻ്റെ ചെറിയൊരു കഷ്ണമോ അല്ലെങ്കിൽ ഒരു ഇലയോ അതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ പപ്പടം പോലെ നന്നായിട്ട് കുമിളച്ച് നല്ല ഇതായിട്ടൊക്കെ വരും. അപ്പോൾ ആ ഒരു രീതിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്തിടാം പെട്ടെന്ന്. ഇനി നമുക്ക് നമ്മൾ അങ്ങനെ തന്നെ ആ ഒരു ചട്ടിയിൽ തന്നെ ഇരുന്ന് കുറേ നേരം അത് സ്റ്റൗവിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചും കൂടെ ചൂട് കൂടി അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റായിട്ട് പെട്ടെന്ന് ചൂടുള്ള ഈ ഒരു എണ്ണ നമ്മൾ സ്റ്റൗവിൽ നിന്ന് മാറ്റി അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ നിന്ന് മാറ്റി വേറെ പാത്രത്തിലേക്ക് ആക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാരണം ഓൾറെഡി ചൂടാണല്ലോ അത് ആറി വരാനായിട്ട് സമയമെടുക്കും. അപ്പോൾ നമുക്ക് സ്റ്റൗവിൽ നിന്ന് തൽക്കാലം ഈ ഒരു ചീനച്ചട്ടി മാറ്റിയിട്ട് വേറൊരു എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്യുക. അതിനുശേഷം നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രം നമുക്ക് വേറൊരു ടിന്നിലോ ക്യാനിലോ എന്തിലെങ്കിലും ഒഴിച്ച് വയ്ക്കുമ്പോൾ ഇത് നന്നായിട്ട് അരിച്ചെടുക്കുക. കനം കുറഞ്ഞ് നേരത്തെ ഒരു തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ നല്ലൊരു സ്റ്റെയിനർ വെച്ചിട്ടോ നിങ്ങൾക്ക് അരിച്ചെടുക്കാം. ഞാനൊരു സ്റ്റെയിനർ വെച്ചിട്ട് ഇപ്പോൾ അത് അരിച്ചെടുക്കുന്നുണ്ട് മുഴുവനായിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഞാൻ റോസ്മേരി എസൻഷ്യൽ ഓയിലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. അതൊക്കെ അതിൻ്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാരിയർ ഓയിലായിട്ട് ഈ ഒരു ഹെയർ ഓയിൽ ഉപയോഗിക്കാം കേട്ടോ. ഇതുപോലെ വീട്ടിൽ കാച്ചിയ എണ്ണ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെയായിട്ട് ഉപയോഗിച്ചിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ചാടിക്കയറി ഒരുപാട് ഹെയറിൽ അങ്ങ് തേച്ച് വിടരുത്. ആദ്യം കുറച്ച് ഭാഗത്ത് മാത്രം എണ്ണ യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് ചെറിയ ബേബി ഹെയർസ്, ചെറിയൊരു കുറുനിരകൾ എന്നൊക്കെ പറയില്ല നമ്മൾ, അതുപോലെ ചെറിയ ഹെയർസൊക്കെ നമുക്ക് ഉണ്ടാവും.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരുപാട് ഇതുപോലത്തെ ഓർഗാനിക് പ്രോഡക്ട്സ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഹെയർ ഓയിൽ മാത്രമല്ല വേറെ ഒരുപാട് പ്രോഡക്ട്സ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടും. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കണ്ടു നോക്കാം.